എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വലിയൊരു ഫ്രൂട്ട് ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു സാധനമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ട നമ്മുടെ പായൊക്കെ പോലെ ഇങ്ങനെ വെളുത്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാൻ പറ്റും. ചൈന ഗ്രാസ് എന്ന് പറയും. അതുപോലെ തന്നെ അഗർ അഗർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. സംഭവം കടലിൻ്റെ അടിയിൽ ഉണ്ടാവുന്നതാട്ടെ. കടലിൻ്റെ അടിയിൽ ഉണ്ടാകുമ്പോൾ ഒരു വേറെ കളറായിരിക്കും. പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഇത്രയധികം ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ വെറൈറ്റി സാധനങ്ങളാണ്. ഇവരെയൊക്കെ നമുക്കൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കഴുകിയെടുക്കാനുള്ള പരിപാടി നോക്കുകയാണേ. മാങ്ങ, മാതള, നാരങ്ങ. ഇങ്ങനെ ദൈവന്മാരെ നല്ലോണം ഒന്ന് കഴുകി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സുകൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കാനുള്ള പരിപാടിയാണേ. കണ്ടോ, നെടുക്ക് ഇങ്ങനെ മുറിക്കുക, നല്ല ഭംഗിയായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. വെയിൽ അങ്ങോട്ട് കയറി വരാട്ടാ. നമ്മളിന്ന് വെയിലുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഫുഡ് ജാതി വെയിലും ചൂടും കൂട്ടാ. ഉണ്ടാക്കാനുള്ള മെയിൻ ഐറ്റമാണ് ഈ കാണുന്ന നമ്മളുടെ ചൈന ഗ്രാസ്. അപ്പോൾ നമ്മൾ ഈ ചൈന ഗ്രാസിനെ ഇനി നേരെ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മധുരത്തിനുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ നമുക്ക്. അപ്പോൾ നമ്മളുടെ ചൈന ഗ്രാസൊക്കെ നല്ല രീതിക്ക് ഇതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പഞ്ചസാരയും ചൈന ഗ്രാസും കൂടി നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കിയ ഈ മിക്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവനെ കൊണ്ടുപോയിട്ട് നമ്മൾ പണി തുടങ്ങുകയാണ്. കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് നമ്മുടെ ചൈന ഗ്രാസ് കലക്കിയ വെള്ളം ഒരു ലെയർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ചട്ടപ്പെടാവുന്ന പരിപാടി. നേരെ നമ്മൾ സിറപ്പ് ഒഴിക്കണേ. അവിടുന്ന് ഫ്രൂട്ട്സ് ഫില്ലിങ് നടക്കുന്നു. ഈ കേക്കിലുള്ള മിക്സ് ഇതേ നമ്മുടെ പാത്രത്തിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയൊരു തണവിൽ കൊണ്ടുപോയിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കണം. തണുത്ത് കഴിയും. അപ്പം ഇനി പറഞ്ഞു നിൽക്കുന്നില്ല, നേരെ നമ്മുടെ കേക്ക് നമ്മൾ മുറിക്കുകയാണ്. നല്ല രസമല്ലേ? ഓരോ ബൈറ്റിലും പല പല ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ്.